Hello class, welcome to the next lecture in C programming. So today in this lecture what we will do is we will take a look at different control flow statements, right? That is, we are using usually in a program or an algorithm the execution of the program is one statement followed by the next statement and so on, right? But these statements, control flow statements, what they will do is they will change the flow of control. That is, it will depending on the condition, it may be from it may not be from the statement number n to n plus 1 plus n plus 3 like that. The order will change. Okay, so the first one in that respect is the if statement. So you have already seen this. We have already seen this. We have used similar let's say syntax in the algorithms. So the if statement algorithm is the keyword if is there, followed by the expression, test expression, then in immediately followed by the code to be executed. That is, this whatever is coming immediately after if, it will be executed using executed if the test expression is true. If it is not, then whatever is coming immediately after the if statement, it is avoided, and whatever is coming after this will be executed. Okay, let's see an example to make this clear. Okay, so here what we are doing is we are making a number, integer number declare ചെയ്യുന്നു, എന്നിട്ട് എന്താ ഒരു നമ്പർ നമ്മൾ റീഡ് ചെയ്യുന്നു. ഓക്കെ, ആ നമ്പർ റീഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് നമ്പർ വെദർ ഇറ്റ് ഈസ് ലെസ് ദാൻ 0 ഓർ നോട്ട്, അത് നെഗറ്റീവ് ആണോ അല്ലേ നമ്മൾ നോക്കുന്നു. ഇഫ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്പർ എന്താ എൻ്റർ ചെയ്തതെന്ന് പ്രിൻ്റ് ചെയ്യും. ഇല്ലെങ്കിൽ നല്ല എന്തായാലും ഈ ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് CC എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ മാത്രം ഇത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. സോ കമ്പൈൽ ദെൻ റൺ. ഓക്കെ, എൻ്റർ ആൻ ഇൻറ്റിജർ. ഈ ലൈനിലെത്തി, ഇവിടെ എത്തി. ഓക്കെ, എൻ്റർ ആൻ ഇൻറ്റിജർ എന്താണ്? സോ ഐ എം ഗിവിങ് 9. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഈസി. ദാറ്റ് ഈസ് ഈ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ല, ലെസ് ദാൻ 0 അല്ല. സോ ഡയറക്റ്റ്ലി ഇതിനെ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ, സോ നമുക്ക് അഗെയിൻ ഒന്നുകൂടെ റൺ ചെയ്യാം. ഐ എം ഗിവിങ് -8. സി -8 വന്നപ്പോൾ എന്ത് പറ്റി? ഇമ്മീഡിയറ്റ്ലി ഇതിന് ശേഷമുള്ളത് ഇംപ്ലിമെൻ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ ഒരു കാര്യം, ഇപ്പോൾ ഈ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇസ് ദിസ് റിക്വയർഡ്? നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഹിയർ ഐ എം ആഡിങ് അനദർ പ്രിൻ്റർ. let's say ha. ഓക്കെ, പ്രിൻ്റ് ഹാ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സേവ് ചെയ്തു. അഗൈൻ നമ്മൾ ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്യുമ്പോൾ റീകമ്പൈൽ ചെയ്യണം. എന്താണ് എൻ്റർ നമ്പർ? ഐ എം റണ്ണിങ് ഇൻ നെഗറ്റീവ് നമ്പർ -9. സോ യു ഹാവ് എൻ്റർഡ് ദിസ് വൺ ഹാ. അത് നമുക്ക് ഒരു ഇതിട്ടാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഓക്കെ, താങ്ക് യു. So just let's run it once more. Okay, -5. So okay, you entered -5. So എന്താണ്? if condition true ആണെങ്കിൽ ഈ രണ്ട് ഇതിനകത്ത് കിടക്കുന്നത് whatever it is അത് റൺ ചെയ്യും. Okay, now I'm going to delete this. Okay, എന്നിട്ട് റൺ ചെയ്ത് നോക്കിയാൽ ആ ബ്രാക്കറ്റ് ഇല്ല. ഇപ്പോൾ എൻ്റർ ഇൻറ്റിജർ. നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതിലോട്ട് പോകാം. -7. ഓക്കെ, നോ ചേഞ്ച് ആസ് യൂഷ്വൽ. ഐ എം റണ്ണിങ് ഇറ്റ് അഗെയിൻ. സോ ഐ എം ഗിവിങ് 6. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇവിടെ ഇപ്പോഴും ഈ ഇമ്മീഡിയറ്റ്ലി ഇതിന് ശേഷം മാത്രമുള്ളത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളൂ. ഈ ഹാ എന്നുള്ള പ്രിൻ്റ് ഹാ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ ഇഫിന് ഇത് കൂടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇതിൽ ഒരു പോയിന്റ് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ആ
ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, കേളി ബ്രേസസ്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. അപ്പം നമ്മൾ വൺസ് ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഈ കേളി ബ്രേസസ് ഇട്ട് കഴിഞ്ഞാൽ, ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ കമ്പൈലർ, ഈ ബ്രേസസിനകത്ത് വരുന്നത് ഫുള്ളും ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം വരുന്നതാണ്. ഇതിനൊരു ഒറ്റ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇഫ് ട്രൂ ആണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്ത് ഉള്ളത് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. ഇനി ഇത് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒന്നുകൂടെ റീകമ്പൈൽ ചെയ്ത്, സോ ഐ എം ഗിവിങ് എ പോസിറ്റീവ് നമ്പർ 77. സോ ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. So that is if statement, a simple if. Okay, I'm going to clear this now. Okay, now let's move on to the next thing. അടുത്ത എന്താണ്? if കഴിഞ്ഞാൽ if else. അത് if എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇത് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അതായത് ഒരു if നമ്മളെവിടെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ജസ്റ്റ് മാത്രം നോക്കുകയാണ്. if else എന്ന് പറഞ്ഞാലോ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ മറ്റേത്, അതാണ്. സോ ഇവിടെ എന്താണ്, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് റൺ കോഡ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ട്രൂ, അതായത് ഇത് ട്രൂ ആണെങ്കിൽ ഈ സെറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. എൽസ് ഇപ്പം എന്ത് കേസിലാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കും, ഇതോ അതോ. ഓക്കെ, ട്രൂ ആണെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, വിൽ സി എ പ്രോഗ്രാം. സോ ഹിയർ എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ്, ഒരു നമ്പർ റീഡ് ചെയ്യുന്നുണ്ട്. then what അതിൻ്റെ മോഡുലസ് എടുക്കുകയാണ്, റിമൈൻഡർ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ചെക്കിങ് വെദർ ഇറ്റ് ഈസ് ഓഡ് ഓർ ഈവൻ. റിമൈൻഡർ 0 ആണെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് ഇഫ് ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ ദ നമ്പർ ഈസ് ഈവൻ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് 0 ദാറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഈസ് ഓഡ്. അപ്പം ഏതെടുത്താലും ഇതിൽ ട്രൂ ആണെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതാണ് കണ്ടീഷൻ. ലെറ്റ് us see. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഐ എം കമ്പൈലിംഗ് ആൻഡ് ഐ എം റണ്ണിങ്. എൻ്റർ ആൻ ഇൻറ്റിജർ, ലെറ്റ്സ് സേ 11. n is an odd integer. അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, ഇങ്ങോട്ട് വന്നു. ഒന്നുകൂടെ റൺ ചെയ്യാം. ഇൻറ്റിജർ നമ്പർ ലെറ്റ്സ് സേ -12. -12 is an even integer. It's very simple. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ലോജിക്കാണ്. ഓക്കെ, അതാണ് ഇഫും ഇഫ് എൽസും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് ആൻ എന്താണ്, ഇഫ് എൽസ് ലാഡർ. ഓക്കെ, ഇഫ് എൽസ് ലാഡർ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇഫ് വി ആർ ചെക്കിങ് ഫോർ എ കണ്ടീഷൻ, ഓക്കെ, ഇഫ് ദാറ്റ് ഈസ് ട്രൂ ഓർ നോട്ട് നോക്കും, അല്ലെങ്കിൽ else it will check for another condition, right? else if again. So thing is എന്താണ് സംഭവം, എന്താണ്, ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. സിമ്പിൾ ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതങ്ങനെയല്ല. അല്ലെങ്കിൽ എന്താണ്, പിന്നെയും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതും സാറ്റിസ്ഫൈഡിൽ പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇത് n ടൈംസ് പോവാം. അൾട്ടിമേറ്റ്ലി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്. Okay, so we will see an example for this one, and this one is called an if else ladder. Okay, നോക്കിക്കേ, ഹാവ് എ ലുക്ക്. എന്ത് പർപ്പസാണ് ഇത് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് നമ്മുടെ ഇഫ് എൽസ് ലാഡർ ആണ്. ഇഫ് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എൽസ് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എൽസ് ഇഫ് ഒരു കണ്ടീഷൻ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, അഗെയിൻ എൽസ് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? രണ്ട് നമ്പർ റീഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? reading two numbers, then what is happening? ആദ്യം ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഈക്വൽ ടു ആണോ, ആണെങ്കിൽ ഒരിത്, അല്ല എന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആണോ നോക്കും, ആണെങ്കിൽ ഒരിത്, അല്ലെങ്കിൽ എന്താണ്, ഇതും അല്ല ഇതും അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു. ദാറ്റ് ഈസ് ഇഫ് എൽസ് ലാഡർ, റൈറ്റ്? സോ ലെറ്റ്സ് റൺ ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് റൺ ഇറ്റ്. Enter two integers. Let's give 10 and 12. Result 10 is less than 12, and it will work. Okay, മറ്റ് കണ്ടീഷൻസ് നോക്കാം.
enter two integers 10 and 2. 10 is greater than 2. Let's say 10 and 10. 10 is equal to 10. So obviously it works. Just ഭയങ്കര ലോജിക്കൊന്നുമില്ല. ആ ഒരു ഈ ഒരു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ നമ്മൾ ഇഫ് കണ്ടു, ഇഫ് എൽസ് കണ്ടു, ദെൻ ഇഫ് എൽസ് ലാഡർ കണ്ടു. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നൊരു സാധനം ഇറ്റ് ഈസ് കോൾഡ് ആസ് എ നെസ്റ്റഡ് ഇഫ്. ഓക്കെ, നെസ്റ്റഡ് ഇഫ്. Let me just comment it so that okay, so nested if il endha sambhavam, we have an if statement. Within that if statement we have another if statement. If allengi if else allengi if else or whatever, that is oru if statement inde agathe mattoru if or if else or if else if whatever statements vannu kayinal it is called as a nested if. Okay, പേര് ഓർത്തിരിക്കുന്ന നല്ലതാണ്. മേ ബി ഇഫ് യു ഗെറ്റ് സം ക്വസ്റ്റ്യൻസ് വിൽ ബി ഈസിയർ അത് ഐഡൻറ്റിഫൈ ആയിട്ട്. സംഭവത്തിലുള്ള ഒന്നിനകത്ത് മറ്റൊന്ന് നെസ്റ്റഡ്. ഇതുപോലെ നമ്മൾ ലൂപ്സ് പഠിക്കുമ്പോൾ നെസ്റ്റഡ് ലൂപ്സ് പഠിക്കും. ലൂപ്പ് വിത്തിൻ എ ലൂപ്പ്. നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ, ഒരു കൺസ്ട്രക്റ്റിനകത്ത് സിമിലർ ആയിട്ടുള്ള മറ്റൊരു കൺസ്ട്രക്റ്റ് വരുന്നതാണ് നെസ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ സിമിലർ മറ്റേ നേരത്തെ ഉള്ള പോലെ തന്നെയാണ് രണ്ട് നമ്പേഴ്സ് ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹിയർ ആദ്യം നമ്പർ 1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 2 എന്ന് നോക്കും. ആണെങ്കിൽ ഇഫ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താണ്, വെദർ ഇറ്റ് ഈസ് ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആണെന്ന് പ്രിൻ്റ് ചെയ്യും. എൽസ് ഗ്രേറ്റർ. അപ്പം അത് അകത്തുള്ള ഇഫിൻ്റെ. ഇനി ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ദെൻ എൽസ് കണ്ടീഷൻ എന്താണ്, ഇറ്റ് ഈസ് ലെസ് ദാൻ എന്നുള്ളതാണ് പ്രിൻ്റ് ചെയ്യുന്നത്. സോ ലെറ്റ് us run this. Enter two integers 11 and 12. Okay, it is coming. ഇതിവിടെ ഒരു ഈ ഒരു ഇതിട്ട് മാറിക്കോളും. ആ ഒരു if you remember this slash n is for new line. Okay, ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക് ഇത് റീകമ്പൈൽ ചെയ്യണം. ഓക്കെ, 11 is less than 23. സോ അത് ആയിക്കോളും. സോ ഇതാണ് എന്താണ് നെസ്റ്റഡ് ഇഫ് എന്നുള്ളത്. സോ യു ക്യാൻ ഗോ ത്രൂ ദ മെറ്റീരിയൽസ്. റൈറ്റ്, നെക്സ്റ്റ് വൺ വിൽ സീ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനി ഇത് മൂന്നും ഡിസിഷൻ മേക്കിംഗ് ലോജിക്കാണ്. ഇതിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ലോജിക്കും കൂടെ വരുന്നുണ്ട്, സ്വിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത്, സ്വിച്ച് കേസ് എന്ന് പറയുന്ന. അതിന് മുമ്പ് സ്വിച്ച് കേസിന് മുമ്പ് നമുക്ക് വേറൊരു സാധനം കൂടെ നോക്കിയിട്ട് നമുക്ക് സ്വിച്ച് കേസ് പിന്നീട് കാണാം. ഓക്കെ ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ലൂപ്പിൻ്റെ കാറ്റഗറിയിലേക്ക് കയറുകയാണ്. ഫസ്റ്റ് വൺ വി ആർ ലുക്കിംഗ് അറ്റ് ഈസ് ഫോർ ലൂപ്പ്. ഇതാണ് എൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ. ഫോർ ഇത് കീവേഡാണ്. ഫോർ എന്ന് പറയുന്നത് കീവേഡാണ്. ബ്രാക്കറ്റിൽ എന്താണ് സിമ്പിൾ പാരാന്തസിസിൽ രണ്ട് സെമി കോളൻ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തുമായിട്ട് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കിതൊരു ഫ്ലോ ചാർട്ട് ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് ഫോർ ലൂപ്പിൻ്റെ ഫ്ലോ ചാർട്ട്. സോ ആദ്യം വന്നിട്ട് നമ്മൾ ആ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നല്ലോ, അത് നോക്കും. അത് ഇനിഷ്യലൈസേഷൻ നടത്തും. എന്നിട്ട് എന്താണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അത് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ അതുവരെ ആവുന്നത് വരെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ എന്ത് വേരിയബിളിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, ആ വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ വേരിയബിളിൻ്റെ വാല്യൂവിന് മാത്രമല്ല, ഈ വേരിയബിൾ ഇന്ന വാല്യൂ മുതൽ ഇന്ന വാല്യൂ വരെ. പക്ഷെ എന്നിരുന്നാലും ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ റേഞ്ചിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രം ചെയ്യുക. അപ്പോൾ ആ കണ്ടീഷൻ ഉണ്ടാവും. ദെൻ നമുക്ക് എന്താണോ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, പിന്നെ നമുക്ക് ഒരു അപ്ഡേറ്റ് ഉണ്ടാവും. എന്താണ്, ഈ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമല്ലോ, ആ ഒരു അപ്ഡേറ്റ്.
ഇതാണ്, അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ ഒരു എന്താണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ അൽഗരിതംസ് ചെയ്തപ്പോൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോഗ്രാം കാണാം. ഓക്കെ, ലെറ്റ്സ് സീ എ പ്രോഗ്രാം നൗ. So here this is a simple program. The variable that we are considering is I. Okay, and this is the initialization, that is I is set to some value. Then this is a condition that we are checking, that is the loop will run as long as I is less than 11, and plus plus 1 is increment operator, that is I is incremented by 1 for every time the loop is executed. Okay, let's see this. What is happening? That is every time for each loop I is being printed, right? So 1 2 3 like that. We can just instead of this, if we can do this. Okay, so save again, and so now it will be coming like this. So what if we put here, if we change the condition to less than or equal to, what happens? It will count till 11, or it will run till I is less than or equal to 11. It is a simple statement. So the idea is that when is for loop used? If you want to implement a certain loop body for a certain number of times particularly, right? That is when you are using a for loop. That is till this value, that is you start with a certain value and you end with a certain value for that particular variable. അതായത് ഒരു വേരിയബിൾ ഇന്ന വാല്യൂ മുതൽ ഇന്ന വാല്യൂ വരെ നമ്മൾ ചെറുതായിട്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുമ്പോൾ അത്രയും ഇതുവരെ നമുക്കൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണം എന്താണെങ്കിലും. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പ്ലസ് പ്ലസ് ആയി എന്നുള്ളതിന് പകരം നമുക്ക് എന്താണ്, ഇപ്പം ഇതിനെ നമുക്കൊരു ഫ്ലോട്ട് ഐ പ്ലസ് പ്ലസ് ആയി എന്നുള്ളതിന് പകരം നമുക്ക് എന്താണ് ഐ ഈക്വൽ ടു ഐ പ്ലസ് 0.1 ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. ഐ ഈക്വൽ ടു ഐ പ്ലസ് 0.1. ഇതിപ്പോൾ ഒരു എറർ കാണിക്കുമെന്ന് തോന്നുന്നു എനിക്ക്, അല്ലെങ്കിൽ 0.1 പറ്റുമോ? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ആയാലും മതി. അപ്പോൾ ഫ്ലോട്ട് ഐ ഈക്വൽ ടു 0.001 അങ്ങനെയാണെങ്കിലോ എന്ത് സംഭവിക്കും? അത് എറർ വന്നിരിക്കുകയാണ്. എന്താ എറർ? അതായത് ഐ ഒരു ഫ്ലോട്ടാണ്, നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യാൻ നോക്കുന്നത് എന്താണ്, ഡി. അപ്പോൾ എഫ് ആയി കഴിഞ്ഞാൽ ലെറ്റ്സ് സീ. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് കമ്മിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ ഞാൻ ഐ എന്ന് പറയുന്നത് 1.01 ആഡ് ചെയ്യുകയാണ് till it is less than 11. Okay, then let's see what happens. We'll save it. ഒന്നുകൂടെ കണ്ടു നോക്കാം. എന്താണ് 0.1 0.2 ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വരും. ഓക്കെ, അങ്ങനെയാണ് അത് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ലോജിക് എന്ന്, ഫോർ ലൂപ്പിൻ്റെ ബേസിക് ലോജിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പ്, ഫോർ ലൂപ്പ്. അപ്പോൾ ഇത് ഒരു ദിസ് ഈസ് ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. ഓക്കെ, ഇഫ് യു ഗെറ്റ് റിമെമ്പർ. കാരണം എന്താണ്, നമ്മൾ ഇൻക്രിമെൻറ്റും ഈ ഇതും എല്ലാം ഇനിഷ്യലൈസേഷനെല്ലാം ഉണ്ട്. പക്ഷെ മെയിൻ തിങ് ഇസ് ദാറ്റ് ഓരോ പ്രാവശ്യവും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, അല്ലേ? ദെർഫോർ ദിസ് ഈസ് എൻ entry controlled loop. Okay, now let's move on to the next one. Okay, നമ്മുടെ അടുത്ത ലൂപ്പാണ് വൈൽ ലൂപ്പ്. ഓക്കെ, സോ വൈൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? വൈൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. വൺസ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് അറ്റെത്തുമ്പോഴെന്താണ് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും ഇത് റൺ ചെയ്യും. സിമ്പിൾ. ഓക്കെ, ഇതാണ് വൈലിൻ്റെ ഫ്ലോ ചാർട്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ലൂപ്പാണ്.
കണ്ടീഷൻ ഓൺ ഒരു കണ്ടീഷൻ ഇഫ് ദർ ഇസ് എ കണ്ടീഷൻ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും അഗെയിൻ റിപ്പീറ്റ് ചെയ്യും കണ്ടീഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്തോളം കാലം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് വെക്കും. ആക്ച്വലി യു ക്യാൻ സേ ദാറ്റ് വൈൽ ഇസ് ദ മോസ്റ്റ് ബേസിക് ലൂപ്പ്. അതായത് ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ആ കണ്ടീഷൻ ഉള്ളിടത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലൂപ്പാണ് വൈൽ ലൂപ്പ്. ഓക്കെ, now let's see a program. Okay, so if you look at here and the സംഭവം int I equal to 1 while I less than or equal to 5 printf this thing returns. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. സേവ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെയും ഇത് ആക്ച്വലി ചെയ്യുന്ന നേരത്തെ ഫോർ ലൂപ്പിൽ ചെയ്യുന്ന അതേ കാര്യമാണ്. പക്ഷേ സി ഇവിടെ നമുക്ക് ഈ ഇനിഷ്യലൈസേഷൻ സെപ്പറേറ്റ് കൊടുക്കണം. ഇത് എന്താണ് പ്ലസ് പ്ലസ് ഐ, അതായത് ഇൻക്രിമെൻ്റ് സെപ്പറേറ്റ് കൊടുക്കണം. ഓക്കെ, നമുക്ക് വേറൊരു ഇത് ചെയ്യാം. scanf %d ampersand I. ഈ ലൈൻ ഞാൻ കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ സേവ് ഇറ്റ്, run it. Okay, you have to enter I 1. Okay, print ചെയ്തു. 4. Okay, print ചെയ്തു. 2. Okay, print ചെയ്തു. -1. Okay, print ചെയ്തു. -1000. Okay, print ചെയ്തു. 5 print ചെയ്തു. 7 exit ചെയ്തു. See, ഇവിടെ നമ്മൾ കൗണ്ട് അല്ല ചെയ്തത്. ഇപ്പം ഞാനിപ്പം ഇത് ചേഞ്ച് ചെയ്ത രീതിയിൽ ഇവിടെ കൗണ്ട് അല്ല ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഈ ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ 5 ആണോ ചെയ്യുന്നത്. ഇവിടെ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ അനുസരിച്ച് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ ഇത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു വൈലിൻ്റെ ലോജിക്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ലൂപ്പാണ്. പക്ഷേ ഇത് വളരെ പവർഫുള്ളാണ്, ഫ്ലെക്സിബിൾ ആണ്. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ഹിയർ ഇതല്ല ഞാൻ നേരത്തെ ചെയ്ത ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ലൂപ്പിൽ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ഇവിടെ ഫോർ ലൂപ്പിനെ തന്നെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത് യൂസിങ് വൈൽ ലൂപ്പ്. ഓക്കെ, അത് അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ലൊരു സാധനമാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്ത ലൂപ്പാണ് എന്താണ്? ഡു വൈൽ. ഇത് വൈലിൻ്റെ ഒരു വേരിയേഷനാണ്. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ first of all it is an exit control loop. Okay, so what does it mean? That is condition check ചെയ്യുന്നത് എക്സിറ്റിലാണ്. അത് ലൂപ്പ് ബോഡി ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്യും, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ പ്രോപ്പർ ആണെങ്കിൽ തിരിച്ചു വരും, വീണ്ടും എക്സിറ്റ് ചെയ്യും. സോ അതിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് ഡു വൈലിൻ്റെ ഫ്ലോ ചാർട്ട്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഈ ലൂപ്പ് ബോഡി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ അഗെയിൻ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ കണ്ടീഷൻ ഇതാവുന്നവരെ ഇത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യും. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈൽ ആൻഡ് ഡു വൈൽ എന്ന് പറയുന്നത് എന്താണ്? വൈലാണെങ്കിൽ തിരിച്ച് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. സോ എൻട്രി കൺട്രോൾ ആൻഡ് എക്സിറ്റ് കൺട്രോൾ. രണ്ടാണെങ്കിൽ സിമ്പിൾ കണ്ടീഷൻ ചെക്കിങ് മാത്രമേ ഉള്ളൂ. ഫോർ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇനിഷ്യലൈസേഷൻ, ഇൻക്രിമെൻ്റ് അങ്ങനത്തെ ഒരു പ്രോസസ്സൊന്നുമില്ല. ഓക്കെ, ഇതൊരു എന്താണ് ഡു വൈൽ ലൂപ്പ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു ഇതാണ്, എന്താണ് അതിന് പറയുന്നത്, പ്രോഗ്രാമാണ്. സോ ഡു നമ്മളിതൊരു ഒരു സെറ്റ് ഓഫ് ഇതിടുന്നു. എന്താണ് ആദ്യം നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു, സമ്മ് കണ്ടുപിടിക്കുന്നു, സമ്മ് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സീ അതെങ്ങനെ പോകുന്നതെന്നുള്ള. Okay, enter number 1, 2, 3, 4. So here what is the condition? 0 ആവുന്നവരെ ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ
സീറോ ഇവിടെ വന്നു, സമ്മ് പ്രിൻറ്റ് ചെയ്യും. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് വലിയ വേരിയേഷൻ അറിയുന്നില്ല. എങ്ങനെയാണ് വരുന്നത്? ഞാൻ ഒരു പ്രിൻ്റ് ഓഫ് സമ്മ് ഇവിടെ ഒന്ന് കൊടുക്കാം. പ്രിൻ്റ് ഓഫ് let's say temporary sum equal to sum. എങ്ങനെയാവും നോക്കാം. എൻ്റർ നമ്പർ 2, റൈറ്റ്. ഓക്കെ, എന്ത് പറ്റി? ഒരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ഇവിടെ ഈ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് വരുന്നത്. സോ നമുക്ക് ആ ഒരു കണ്ടീഷൻ അറിയില്ല. ഓക്കെ, സോറി. കമൻറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കിയാലോ. ടെമ്പററി സം ആദ്യമേ കാണിക്കും 0. സോ വി നോ, ഓക്കെ, ഇനിഷ്യലി ഇതാണ്. സോ 1, ഓക്കെ, അഗൈൻ അപ്പോൾ ടെമ്പററി സം 2 ആയി. 3, 6. സോ എക്സിറ്റ് 0, ടോട്ടൽ സം ഇവിടെ കിട്ടും. സോ അത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ആദ്യം ഈ ഒരു ലൂപ്പ് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ 0 ആണ്. സോ നമുക്ക് ഇതെവിടെ യൂസ് ചെയ്യുന്ന, അതായത് നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കണ്ടീഷൻ നമുക്ക് ആദ്യം ഒരു പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യണം എന്ന് നിർബന്ധമുള്ള സിറ്റുവേഷൻസിൽ നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഓക്കെ, സോ ഇതാണ്, ദീസ് ആർ ദ 3 ലൂപ്സ്. അപ്പം ഇതോടെ ലൂപ്സ് തീർന്നു. നൗ വാട്ട് വിൽ ഡു ഇസ് വിൽ സീ സം സ്വിച്ച് കണ്ടീഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. സ്വിച്ച് കണ്ടീഷൻ നമുക്ക് അവസാനം കാണാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് എന്താണ് ഈ പ്രോഗ്രാം ഫ്ലോയെ, കൺട്രോൾ ഫ്ലോയെ നമ്മൾ സഡനായിട്ട് അബ്രപ്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് സാധനം, അതായത് ബ്രേക്ക്, ഗോ ടു എന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഓക്കെ, സോ അടുത്തത് നമുക്ക് ആദ്യം അങ്ങനെ കാണാനുള്ളൊരു സാധനമാണ് ബ്രേക്ക്. ഇതിന് പ്രത്യേകിച്ച് ഇത് കാണിക്കാത്തത്, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബേസിക്കലി ഈ ഒരു എന്താണ് കണ്ടീഷൻ നോക്കും. ബ്രേക്ക് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഏത് ലൂപ്പിനകത്താണോ കിടക്കുന്നത് ആ ലൂപ്പിൻ്റെ പുറത്ത് വരും. ഓക്കെ, ബ്രേക്ക് എൻകൗണ്ടർ ചെയ്താൽ എങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ ചുമ്മാ ഒരു ബ്രേക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ പോയിന്റിലെത്തുമ്പോൾ ആ ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ പുറത്ത് വരും. ഓക്കെ, സോ ബ്രേക്ക് ഓൾവേസ് യൂസ് ബ്രേക്ക് എപ്പോഴാണ്? ഒരു കണ്ടീഷൻ്റെ കൂടെ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പോയിന്റ്ലെസ് ആണ്. കാരണം ആദ്യമേ ബ്രേക്ക് കാണുമ്പോൾ അത് പുറത്ത് വരും. സോ എപ്പോഴും കണ്ടീഷൻ്റെ കൂടെ ബ്രേക്ക് യൂസ് ചെയ്യുക. റൈറ്റ്. സോ ഇവിടെ എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്താണ്? നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. നമ്മളൊരു ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? 10 നമ്പേഴ്സ്, 10 വരെ 10 വരെ കൗണ്ട് ചെയ്യും. ഓക്കെ, 10 വരെ എന്നാൽ 10 പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഓരോ പ്രാവശ്യം എന്താണ് നമ്പർ റീഡ് ചെയ്യും, അതിൻ്റെ സം എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ സം എടുക്കുമ്പോൾ അത് 10 നമ്പേഴ്സിനെ റീഡ് ചെയ്യുക, സം എടുക്കുക. സോ ഇത് എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലൂപ്പ് എക്സിറ്റ് ചെയ്യും. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ 1 2 3 4 5 6 7 8 9 99. സോ ഇഫ് ഐ എം ഗിവിങ് ജസ്റ്റ് 10 നമ്പേഴ്സ് എന്ത് സംഭവിക്കും? 10 പ്രാവശ്യം ഇത് കൊടുക്കും. നെഗറ്റീവ് നമ്പർ ഒന്നും കൊടുക്കുന്നില്ല, 10 പ്രാവശ്യം കൗണ്ട് ചെയ്യും. 10 നമ്പർ കഴിയുമ്പോൾ എൻ്റെ സം വരും. സോ ഇഫ് ഐ റണ്ണിങ് സെയിം തിങ്. ഓക്കെ, 1 3 0 -2. സി ഈ -2 എന്നുള്ള വാല്യൂ വരുമ്പോഴെന്താണ്? ഈ ഇഫ് കണ്ടീഷൻ, ഓരോ ലൂപ്പിൽ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. -2 വരുമ്പോഴെന്താണ്? ഈ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ഈ ബ്രേക്ക് എന്ന് പറയുന്നതിലോട്ട് വരും. സി വൺസ് കമ്പൈലർ എൻകൗണ്ടേഴ്സ് എ ബ്രേക്ക്, വാട്ട് ഹാപ്പൻസ്? ഏത് ലൂപ്പിലാണോ അകത്ത് കിടക്കുന്നത് അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങും. സോ ദാറ്റ് ലൂപ്പ് ഈസ് ബ്രോക്കൺ. അതാണ് ബ്രേക്കിൻ്റെ യൂസ്. നമുക്ക് ഈ എന്താണ് ബ്രേക്ക് യൂസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ലൂപ്പുകൾ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ചിലപ്പം നമ്മൾ ഒരു വൈൽ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ വൈൽ ഒരു കൊടുക്കുന്ന കണ്ടീഷൻ മേ ബി ദർ ഇസ് എ പോസിബിലിറ്റി ഒരു എപ്പോഴും ട്രൂ ആയിട്ടുള്ളൊരു കണ്ടീഷൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അതുപോലെ ചില കണ്ടീഷൻസിൽ ലൂപ്പ് ഇൻഫിനിറ്റ് ആയിട്ട് പോകാതിരിക്കാനായിട്ടൊക്കെ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് അബ്രപ്റ്റ് ആയിട്ട് ഏതെങ്കിലും കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോകണ്ട, പ്രൊസീഡ് ചെയ്യേണ്ട
തോന്നുന്ന കണ്ടീഷനിൽ ലൂപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് വി യൂസ് ദ ടേം ബ്രേക്ക്. ഓക്കെ ഓക്കെ സോ ഇത് എന്താണ് ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം പ്രോഗ്രാമാണ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് വാട്ട് ഇസ് ദ ഡിഫറൻസ്, ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ദ ബ്രേക്ക് ഇവിടെ കണ്ടിന്യൂ ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് us just run this. ഓക്കെ സോ 1 2 3 -2 കണ്ട അവിടെ ലൂപ്പ് ബ്രേക്ക് ചെയ്യുന്നില്ല. നെഗറ്റീവ് വരുമ്പോഴും ലൂപ്പ് ബ്രേക്ക് ചെയ്യുന്നില്ല. 6 -5 -4 0 -1 4. ഇവിടെ എന്താ സംഭവിച്ചത്? സി സം എത്രയാണ്? 1 + 2 + 4 + 6 10 അല്ലേ? സോറി 6 + 6 12 + 4 16. അതായത് ബേസിക്കലി ഇവിടെ മൈനസ് നമ്പേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇപ്പോൾ ഇവിടെ വരെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ നമ്പർ എൻ്റർ ചെയ്തു. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ആഡഡ്, നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ആഡഡ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇഫ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ടുള്ള ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. ഇവിടെ നിന്ന് നേരെ തിരിച്ച് എന്താണ് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് പോകും കണ്ടിന്യൂ എത്തിക്കഴിഞ്ഞാൽ. കണ്ടിന്യൂ ഇഫ് ആസ് സൂൺ ആസ് ദ കമ്പൈലർ എൻകൗണ്ടേഴ്സ് എ കണ്ടിന്യൂ ഇറ്റ് സ്കിപ്സ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൂപ്പ് ആൻഡ് റിപ്പീറ്റ്സ് ദ ലൂപ്പ്. അതായത് മൂവ് അഹെഡ്, മുന്നോട്ട് പോകും. ഇത് താഴോട്ടില്ലാത്ത പോലെ ആക്ട് ചെയ്യും. സോ ഇതാണ് ആ ഒരു എന്താണ് കണ്ടിന്യൂവിൻ്റെ ഒരു ലോജിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ ലൂപ്പ് ബോഡി, ബേസിക് ലൂപ്പ് ബോഡി. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ എപ്പോഴും ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടിന്യൂ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ എന്താണ്, അതിന് താഴോട്ടുള്ള ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. ഇവിടെയും കുറച്ച് എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ബോഡി കാണും. ഓക്കെ, കാണാതിരിക്കാൻ ഡിപ്പെൻസ് ഓൺ ദ ലോജിക്. തിങ് ഈസ് ദാറ്റ് ഈ കണ്ടിന്യൂൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദ ലൂപ്പ് ഇസ് സ്റ്റാർട്ടിങ്. താഴോട്ടുള്ളത് എക്സിക്യൂട്ട് ചെയ്യില്ല, പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ താഴോട്ട് പോകും. ഓക്കെ, നമുക്ക് അതായത് സർട്ടൺ കണ്ടീഷൻസിൽ നമുക്ക് ലൂപ്പ് ഇപ്പം 10 പ്രാവശ്യമെങ്കിൽ 10 പ്രാവശ്യം റൺ ചെയ്യണം. പക്ഷേ സർട്ടൺ കണ്ടീഷൻസിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിലാണ് നമ്മൾ കണ്ടിന്യൂവിൻ്റെ ലോജിക്ക് യൂസ് ചെയ്യണം. ഓക്കെ ഓക്കെ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ഏതാണ് നമ്മുടെ സ്വിച്ച് ഓപ്പറേഷൻ, സ്വിച്ച് കണ്ടീഷൻ. സോ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വിച്ച് എൻ്റെ സിൻടാക്സിൽ എങ്ങനെ സ്വിച്ച് ഉണ്ടാവും, ഒരു കണ്ടീഷൻ, എന്തെങ്കിലും ഒരു വാല്യൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു നമുക്കൊരു ഇഫ് എൽസ് ലാഡർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ലോജിക്കാണ്. പക്ഷേ ഇത് കുറേ കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഹൗ ഡസ് ഇറ്റ് വർക്ക്? സ്വിച്ച് ഓപ്പറേറ്റർ. അപ്പോൾ ഈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റീഡ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഓപ്പറേറ്റർ കേസ്. എന്നിട്ട് നമ്മൾ ഈ ഓപ്പറേറ്റർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂസ് കൊടുക്കും. സോ ഓക്കെ, അപ്പം എന്താണ് ഓപ്പറേറ്ററിൻ്റെ ഇത് പ്ലസ് ആണ് ഓപ്പറേറ്ററിൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ഈ കേസ് പ്ലസ് എന്നുള്ളതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. സിമിലർലി കേസ് ഓപ്പറേറ്റർ സ്റ്റാർ ആണെങ്കിൽ ഈ കേസ് സ്റ്റാർ എന്നുള്ളതിൻ്റെ താഴെയുള്ള നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ അതാണ് ഇത് വരുന്നത്. അതായത് ഈ വാല്യൂ ഇതെന്താണോ ഇതിനെ താഴത്തുള്ള ഈ ഓരോ കേസുമായിട്ട് കമ്പയർ ചെയ്യും. ഇതിൻ്റെ ഈ വാല്യൂ ഈക്വലൻ്റ് ആയിട്ടുള്ള കേസ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ഇതിന് താഴെയുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അങ്ങനെ ഒന്നുമില്ല, ഇതിന് താഴെയുള്ളത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഡിഫോൾട്ട് എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. ഓക്കെ, സോ ഇഫ് ദ കണ്ടീഷൻ ഓർ ദ വാല്യൂ ബീങ് ചെക്ക്ഡ് ഹിയർ ഓർ കമ്പയർഡ് ഹിയർ, ഇഫ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എനി ഓഫ് ദ കേസസ് ആ സാധനം ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. അതർവൈസ് അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ദർ വിൽ ബി എ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, സോ വൈ ഡിഡ്ൻ്റ് ഐ ടീച്ച് ദിസ് അലോങ് വിത്ത് ഇഫ് എൽസ്? കാരണം ഇതിൽ ഈ ബ്രേക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ബ്രേക്ക് എന്തിനാണ്? ഇപ്പോൾ സപ്പോസ് ഈ മൈനസ് ആണ് കേസ് നോർത്തു. ഓക്കെ, ഇവിടെ നിന്ന് എന്താണ് പ്രിൻ്റ് ചെയ്യും, ഇത് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ബ്രേക്കാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഒരു എന്താണ് സാധനത്തിൻ്റെ പുറത്തിറങ്ങും, ഈ ഒരു കൺസ്ട്രക്റ്റിൻ്റെ പുറത്തിറങ്ങും. റൈറ്റ്, ഇപ്പോൾ ബ്രേക്ക് ഇല്ലെങ്കിൽ എന്ത് പറ്റും? അടുത്തത് എക്സിക്യൂട്ട് ചെയ്യും. ലെറ്റ്സ് സീ ദിസ്.
Okay, enter an operator. Right, enter 2 operands, 1 2. Error, operator is not correct. Why? ഈ നാലെണ്ണത്തിലുള്ള എല്ലാം ഞാൻ കൊടുത്തേക്കുന്നത്. സോ എറർ ഒന്ന് ഉള്ളത് കൊടുക്കാം. Let's say start. Enter 2 operands, 2 and 3. എന്താണ് നമ്മുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓക്കെ ഫൈൻ. വളരെ സിമ്പിൾ ലോജിക്കാണ്, ഇതിൽ ഒരുപാട് അങ്ങനെ നോക്കാനൊന്നുമില്ല. ഇതിൽ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കണ്ടോ, ഈ എഫ് എൽ എഫ് ലോങ് ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിളാണിത്, ലോങ് ഫ്ലോട്ടിൽ ഡബിൾ. ഓക്കെ, ഇപ്പോൾ ഡബിളിൽ ഇത് കൊടുത്തേക്കുന്നത് ഇഫ് യു ലുക്ക് അറ്റ് ദിസ് 0.1 ഇവിടെ 0.1 എൽ എഫ്, ഇവിടെ 0.2 എൽ എഫ്, അങ്ങനെ വരുന്നത്. അപ്പം ഇവിടെ ഇത് സ്റ്റാറിൻ്റെ അത് മൾട്ടിപ്ലിക്കേഷൻ ആൻസർ എല്ലാം 2.0 എന്ന് പറയുന്നത്. നമുക്ക് ഡിവിഷൻ നോക്കാം. ഓക്കെ, ഡിവിഷൻ. So I'm giving 2 and 3. See what is happening. Number of decimal points have changed. ഇവിടെ സ്റ്റാറിൽ 0.1 എന്ന് എടുക്കുമ്പോൾ നമ്മുടെ ആൻസേഴ്സ് വരുന്നത്, ഇത് പ്രിൻ്റ് ചെയ്യുന്നതെല്ലാം ഒരു ഡെസിമൽ പോയിന്റിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് വരും. പക്ഷേ ഇവിടെ 0.2 എന്ന് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, 2 ഡെസിമൽ പോയിന്റിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത്. ഇത് ഈ സ്വിച്ച് കേസുമായിട്ട് റിലേറ്റഡ് അല്ല. ഇറ്റ് ഈസ് ഈ എന്താണ് ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോഴുള്ള ഒരു യൂസേജ്. നമുക്ക് എത്ര ഡെസിമൽ പോയിന്റിൽ അപ്രോക്സിമേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യണോ അത്ര നമ്മൾ കൊടുക്കുക. ഇനി വാട്ട് ഇഫ് ഇങ്ങനെ കൊടുക്കുന്നില്ല, 0.2 0.1 ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ അഗെയിൻ നൗ വി ഹാവ് ചേഞ്ച്, റീകമ്പൈൽ ചെയ്യണം. ഡിവിഷൻ തന്നെ കൊടുക്കാം, 2 3. സി നൗ ഇതെന്താ സംഭവിക്കുന്നത്, ഇത് ഡബിളിൻ്റെ കപ്പാസിറ്റി എത്രയാണോ, എത്രയും ഡെസിമൽ പോയിന്റ് പറ്റും അത്രയും വരെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ട ആൻസർ, 1 2 3 ഡെസിമൽ പോയിന്റ് മതിയെങ്കിൽ നമ്മൾ അതനുസരിച്ച് 0.1 0.2 0.3 കൊടുത്ത് ലിമിറ്റ് ചെയ്യാം. ഓക്കെ, സോ അവിടെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ സ്വിച്ച് കേസ് അത്രയേ ഉള്ളൂ, വളരെ ഇതാണ്. ഒരു ഇഫ് എൽസ് ലാഡറിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. ഓക്കെ, ഇതിപ്പോൾ ഇതെങ്ങനെ വരും, ഇഫ് എൽസിഫ് 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 എൽസ്, ആ ഒരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്വിച്ച് കേസ്. ഓക്കെ, അടുത്ത് നമുക്ക് കാണേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോ ടു ലേബൽ. ഓക്കെ, എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഈ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏത് പോയിന്റിൽ നിന്ന് വേണമെങ്കിലും മറ്റേത് പോയിന്റിലേക്ക് കൺട്രോൾ മൂവ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ലേബൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് നെയിം ആയിരിക്കും, ഒരു ലേബൽ. നമുക്ക് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലേബൽ മാർക്ക് ചെയ്യും, അതിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് ലോജിക്കിൽ ഒരുപാട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഇത്. ഓക്കെ, നമുക്കതിൻ്റെ ഇത് സിൻടാക്സും എന്താണ് ഒരു യൂസും കാണാം. ഓക്കെ, ഇതാണ് ഗോ ടു ലേബൽ എന്ന് പറയുന്നത്. അതായത് ഗോ ടു സ്പേസ് ലേബൽ, അവിടെ സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നു. ഈ ലേബൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് എവർ വി ആർ ഗിവിങ് ഹിയർ. ഇപ്പോൾ ഇവിടെ ഗോ ടു സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊരു ലേബൽ കാണുന്നു. ഓക്കെ, അത് വൺസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എൻകൗണ്ടർ ചെയ്യുമ്പോൾ അതിന് ഈ ലേബലിൽ വരും, അതിന് താഴോട്ടുള്ള എന്താണോ അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ. ഇത് നമ്മൾ നേരത്തെ പോലെ തന്നെ ഇങ്ങനെ എന്താണ് സം എടുക്കുന്നു, നമ്പേഴ്സ് റീഡ് ചെയ്യുന്നു, സം എടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഏർലിയർ നമ്മൾ എന്താ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ ബ്രേക്ക് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ഹിയർ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ഇഫ് ദർ ഇസ് എ നെഗറ്റീവ് നമ്പർ ഗോ ടു ജമ്പ്. ഓക്കെ, അപ്പോൾ ജമ്പാണ് ലേബൽ. അപ്പോൾ ഇവിടെ ജമ്പ് എന്ന് പറഞ്ഞ ലേബൽ കൊടുത്തിട്ടുണ്ട്, കോളൻ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട ഇതെന്താണ്, ജസ്റ്റ് ആവറേജ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ആവറേജ് കണ്ടുപിടിക്കാനുള്ള സാധനം. പക്ഷേ എന്താണ് ഇവിടെ ഞാനൊരു പ്രിൻ്റ് എഫ് ഇട്ടിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഗോ ടു എൻകൗണ്ടർ ചെയ്താലും ഇല്ലെങ്കിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് സീ ദിസ്. Okay, enter number. So first we'll do is we'll complete the loop. Okay, enter 10 numbers and what is happening, നമുക്ക് ഇതായി അതിൻ്റെ ആവറേജ് കിട്ടി.
ആൻഡ് ഓൾസോ അതായത് ഇപ്പോൾ എന്താണ് ഈ ലൂപ്പ് 10 പ്രാവശ്യം റൺ ചെയ്തു, അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റുള്ള പ്രിൻ്റ് എഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നെ ഇവിടെ എന്താണ് നമ്മുടെ കൺട്രോൾ ഫ്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലേബൽ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യമില്ല. നമ്മുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ആവറേജ് എന്നുള്ള രീതിയിൽ ആവറേജ് ഈക്വൽ ടു ഇതായതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. സോ റെസ്പെക്റ്റീവ് ഓഫ് ഗോ ടു ഉണ്ടോ ഇല്ല എന്നുള്ളതിനേക്കാളും ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇത് എക്സിക്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ അത് വരും. പക്ഷേ ദ തിങ് ഈസ് ഇഫ് യു ആർ ഇംപ്ലിമെൻറ്റിങ് ഗോ ടു ജമ്പ്, എന്താണ് ഏത് കണ്ടീഷനാണ് ഇവിടെ ഗോ ടു ജമ്പ് വരുന്നത്, അതിൻ്റെ എന്താണ് അടുത്തായിട്ട് ഈ ലൂപ്പിന് തൊട്ട് താഴെയല്ല ബ്രേക്ക് ആയിരുന്നെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് വാസ് ബ്രേക്ക് ഇവിടെ വരും, ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഗോ ടു ജമ്പ് ആയതുകൊണ്ട് ജമ്പിൻ്റെ അങ്ങോട്ട് താഴോട്ട് മാത്രമേ എക്സിക്യൂട്ട് ഉള്ളൂ. നമുക്ക് ഒന്നുകൊണ്ടാണ് ഇത് നോക്കാം. 1 2 3 let's say -2. So what is happening? എന്താണ് 3 4 എത്തിയപ്പോൾ എന്താണ് ഇതായി. സോ ഇവിടം വരെ എത്തി. ഓക്കെ, ഗോ ടു ജമ്പിലോട്ട് ഇങ്ങോട്ട് ചാടി, ഈ പോയിന്റിലോട്ട് ചാടി, ഇത് എക്സിക്യൂട്ട് ചെയ്തില്ല. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജമ്പ് ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ നെഗറ്റീവ് ആകുമ്പോൾ പിന്നെ ഇവിടെ വരും, ഒന്നേന്ന് ചോദിക്കാൻ തുടങ്ങും. ഓക്കെ, സോ അതാണ് ഈ ഒരു ലോജിക് എന്ന് പറയുന്നത് ഗോ ടു. ഇത് ദ തിങ് ഈസ് ഷുഡ് ബി വെരി കെയർഫുൾ. ഗോ ടു ലോജിക് ഈസ് വെരി പവർഫുൾ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ഫ്ലോയെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അൺലെസ് ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, ഇതിൻ്റെ ലോജിക്ക് ഇത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ കോഡ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഈസ് ദ ഹോൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ഇഫ് കണ്ടീഷൻ, ഇഫ് എൽസ് കണ്ടീഷനൊക്കെ നോക്കി, സ്വിച്ച് കേസ് നോക്കി, ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു നോക്കി, ദെൻ 3 ലൂപ്പ് നോക്കി. Okay, so I shall give you some and along with this and the previous lecture അതായത് എന്താണ് നമ്മുടെ ടോക്കൺസ്, ഓപ്പറേറ്റേഴ്സ്. സോ നിങ്ങളിപ്പം ബൈ ദിസ് നിങ്ങൾ കുറച്ച് എന്താണ് കാര്യങ്ങൾ പ്രോഗ്രാംസ് ചെയ്യാറ്. up to this it will be there for the exams, and today I shall give you some practice problems. അത് നിങ്ങൾ ചെയ്യുക and prepare well for the exam. Thank you.